ഇല്ല എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. കോടതി പറഞ്ഞിരിക്കുന്നത്, ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്താണ് പ്രതികരണം? സർക്കാരിന്റെ കരണത്തേറ്റ ഒരു അടിയാണ്. ഇതിൽ കൂടുതൽ വലിയൊരു അടി അടുത്ത കാലത്ത് ഇങ്ങനെ ലഭിക്കാനില്ല. ഞങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതല്ലേ, ഇത് രാഷ്ട്രീയമാണ്. ഇതിനുവേണ്ടി സന്നദ്ധ സംഘടനകളെ ഉണ്ടാക്കി CPM-ന്റെ താഴെ തലത്തിലുള്ള പ്രവർത്തകരെ കൂടി സർക്കാർ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ചേർത്ത് നവകേരള സർവേ നടത്താൻ തീരുമാനിച്ചു. രാഷ്ട്രീയ പ്രചരണമായിരുന്നു. തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടത്തിക്കാനായിരുന്നു ശ്രമം. ഞങ്ങൾ അതുകൊണ്ടാണ് ആദ്യം മുതൽ എന്നെ എതിർത്തത്. കോടതിയുടെ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കോടതി ശരിയായ അർത്ഥത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. സർക്കാരിന്റെ പണം ഉപയോഗിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യിക്കുന്ന ജോലിയാണ് ഇവർ ഏറ്റെടുത്തത്. നാണം കെട്ട പരിപാടിയല്ലേ അവർ ചെയ്യാൻ തീരുമാനിച്ചത്? ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത് ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് കേരളത്തിൽ സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി പരിപാടി നടത്തുകയാണ്. കിഫ്ബി എന്ന് പറയുന്നത് ഇപ്പൊ സർക്കാരിന്റെ സ്ഥാപനമല്ല, CPM-ന്റെ സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ്. ഞാൻ വളരെ വിശദമായ ഒരു പത്രക്കുറിപ്പ് തിരുവനന്തപുരത്ത് ഇറക്കിയിട്ടുണ്ട്. ഇന്നലെ എനിക്ക് കിഫ്ബി നൽകിയ മറുപടി, കിഫ്ബി ആരുടെ പണമാണ്? ജനങ്ങളുടെ പണമാണ്. നമ്മൾ അടിക്കുന്ന ഓരോ ലിറ്റർ പെട്രോളിനും 2 രൂപ വീതം കിഫ്ബിയിലേക്ക് പോകും. ആ പണം ഉപയോഗിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് പണം കൊടുക്കുക, സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി പണം കൊടുക്കുക, ഇതെന്ത് ഏർപ്പാടാണ്? ഏതെങ്കിലും കാലത്ത് ഇത് കേരളത്തിൽ നടന്നിട്ടുണ്ടോ? സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുക. ഇപ്പൊ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറാൻ വയ്യ, മുഖ്യമന്ത്രിയുടെ പണം തട്ടിയിട്ട്. ട്രാൻസ്പോർട്ട് ബസ് എന്ത് പിഴച്ചു? എല്ലായിടത്തും മുമ്പിലും പുറകിലും ഡ്രൈവർമാർ പറയുന്ന കണ്ണുപോലും കാണാൻ വയ്യാനാണിപ്പം ഈ പരസ്യം. മുമ്പിലും പരസ്യം വെക്കുന്നുണ്ട് ചിലടത്ത്, മുമ്പിലും പുറകിലും 2 സൈഡിലും പരസ്യം. ആരുടെ പണമാണിത്? ഈ പണം കൊടുക്കുന്നത് സർക്കാരിന്റെ, ജനങ്ങളുടെ പണമല്ലേ? ഇതാണ് ബംഗാളിൽ സംഭവിച്ചത്. പാർട്ടി ഭരണവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. പാർട്ടി നടത്തുന്നതും സർക്കാർ നടത്തുന്നതും ഒരേ രീതിയാണ്. ഈ അപജയമാണ് ബംഗാളിൽ അവർക്കൊന്നും അല്ലാതായി തീർന്നത്. ഇതുപോലെ ഒരു പ്രവർത്തനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഏതായാലും ഹൈക്കോടതിയുടെ തീരുമാനം വളരെ സമയോചിതമാണ്. ഹൈക്കോടതി സത്യസന്ധമായി കാര്യങ്ങളെ വിലയിരുത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്.